പത്തനംതിട്ട പട്ടാഴിമുക്കിലെ വാഹനാപകടത്തിൽ ദുരൂഹത. നൂറനാട് സ്വദേശിനി അധ്യാപിക അനുജ, ചാരമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അധ്യാപിക സഞ്ചരിച്ച വാഹനം തടഞ്ഞ ഹാഷിം കാറിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. കാർ ലോറിയിലേക്ക് ഹാഷിം മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതായാണ് പോലീസിന്റെ സംശയം. പാലക്കാട് ലോക്സഭാ മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഭാരത് അരി വിതരണം നടത്തുമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിലെ അപകടത്തിൽ മരിച്ച അനുജ തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരനായ ഹാഷിമും അനുജയും സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്തുനിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു അനുജ ഉൾപ്പെടുന്ന അധ്യാപക സംഘം. ഇവരുടെ വാഹനത്തെ പിന്തുടർന്ന ഹാഷിം കുളക്കടയിൽ വെച്ച് അധ്യാപിക സഞ്ചരിച്ച വാഹനം തടഞ്ഞു. തുടർന്ന് ഹാഷ്മിൻ അനുജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. പട്ടാഴിമുക്കെത്തിയപ്പോൾ ഇരുവരും സഞ്ചരിച്ച കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഹാഷിം മനഃപൂർവ്വം അപകടം വരുത്തിവെച്ചതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മനഃപൂർവ്വം വാഹനം ഇടിച്ചെന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ ലോറി മാക്സിമം സൈഡ് ഒതുക്കിയിട്ടും പുള്ളി സ്ട്രൈറ്റ് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി വരും. ആ വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് ഈ അനുജെന്ന് പറഞ്ഞ ടീച്ചർ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലാണ് ഞങ്ങൾ എടുക്കുമ്പോൾ കിടക്കുന്നത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ നിന്ന് നാട്ടുകാർ ചേർന്നാണ് ഇരുവരെയും പുറത്തെടുത്തത്. അനുജ തൽക്ഷണവും ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഹാഷിമും മരിച്ചു. ആത്മഹത്യ ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ടീച്ചറിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അവർ കിട്ടില്ല. ഉടനെ തന്നെ അവർ വീട്ടിൽ ഈ ടീച്ചറിന്റെ അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ വിളിച്ച് പറയുകയായിരുന്നു ചെയ്തത്. അനുജ വിവാഹിതയാണ്. 11 വയസ്സുള്ള കുട്ടിയുമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംഭവത്തിൽ അടൂർ പോലീസ് വിശദമായി അന്വേഷണം നടത്തിവരികയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.